Hello, welcome back to another video. The all new TVS RR30 വീണ്ടും നമുക്കൊരു അപ്ഡേഷൻ കാര്യങ്ങളോടുകൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ ഫീച്ചർ വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ചെറിയതായ മാറ്റങ്ങളോടുകൂടിയാണ് TVS ഈ ഒരു മോഡൽ വീണ്ടും അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ് മേജറായിട്ട് വന്നിട്ടുള്ള ചേഞ്ച് കാര്യങ്ങൾ പ്രീവിയസ് മോഡലിന് വെച്ച് എന്നെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു 16th അവർ കറക്റ്റായിട്ട് അതിൻ്റെ ഒഫീഷ്യലായിട്ട് ലോഞ്ചും കാര്യങ്ങളും നൽകിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പൈക്ക് ഷോട്ട് കാര്യങ്ങൾ നേരത്തെ അവൈലബിൾ ആയിരുന്നു. എനിവേ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു അപ്ഡേഷൻ കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് വന്നതിന് ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സോ വലിച്ചിട്ട് വീഡിയോ ഇട്ട് പോകാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ വൈസ് 312cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മോഡലിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 38 PS ആയിട്ട് 9800 RPM ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പവറിൻ്റെ പോർഷനിൽ ഒരു ചെറിയ വേരിയേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലുക്ക് വൈസും ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ലുക്ക് വൈസും മെയിനായിട്ട് അവർ നൽകിയിട്ടുള്ളത് നമുക്ക് ഫ്രണ്ടിൽ ഒരു വിംഗ്ലൈറ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സോ അതാണ് മറ്റൊരു അപ്ഡേഷൻ കാര്യങ്ങളായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു എയറോ ഡൈനാമിക് ആയിട്ടുള്ളൊരു വിംഗ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ആ ഇൻഡിക്കേറ്ററിന് തൊട്ട് മുകളിലായിട്ടൊരു ബ്ലാക്ക് പോർഷൻ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സോ അതാണ് ആ ഒരു ചേഞ്ച് കാര്യങ്ങൾ ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളിൽ വന്നിട്ടുള്ള മെയിനായിട്ടും. പിന്നെ പെർഫോമൻസിലാണെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിലോട്ട് TVS കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മോഡലിൽ നമുക്ക് BI ഡയറക്ഷനിലായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ RTDSC, അതായത് റേസ് ട്യൂൺഡ് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോർണറിങ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്, ഒരു ഡെഡ്ലി കോർണറിങ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും വണ്ടി നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങൾ, വേവിങ് കാര്യങ്ങളായി പോകാതെ നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങൾ നൽകാൻ ഈ ഒരു ടെക്നോളജി കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും ഈ ഒരു മോഡലിൽ. സോ സേഫ്റ്റി പോർഷനിൽ നോക്കുമ്പോൾ നല്ലൊരു ഫീച്ചർ കാര്യങ്ങളൊക്കെയാണത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിൽ നമുക്ക് പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. സോ ടയർ പ്രഷറിൽ കാര്യങ്ങളിൽ എന്തെങ്കിലും വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ആ ഒരു TFT ഡിസ്പ്ലേ കാര്യങ്ങളിൽ നമുക്ക് ഇൻഡിക്കേഷൻ കാര്യങ്ങൾ കിട്ടും. നമുക്ക് ഓൾറെഡി അറിയാമെന്ന് പറഞ്ഞാൽ 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ ഒത്തിരിയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ളൊരു മീറ്റർ കൺസോൾ കാര്യങ്ങളാണ്. സോ ആ ഒരു TFT ഡിസ്പ്ലേ തന്നെ നമുക്ക് ഈ ടയർ പ്രഷർ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഒരു മോഡലിൽ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ലോങ് ഹൈവേ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങളിരിക്കാം. കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള റൈഡ് മോഷനാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ ആ ഒരു ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലോങ് റൈഡ് ഹൈവേ പോർഷനിലാണ് മെയിനായിട്ടും നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. സോ സിറ്റി റൈഡ് കാര്യങ്ങളിലൊന്നും ക്രൂയിസ് കൺട്രോൾ നമുക്ക് യൂസ്ഫുൾ അല്ല അത്രത്തോളം. സോ ആ ഒരു ഫീച്ചർ കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോളിങ് വരുന്ന ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ഹാൻഡിൽ പോർഷനിൽ തന്നെയാണ് നമുക്ക് ആ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡൽ വന്നിട്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഐ ക്യാച്ചി ആയിട്ടുള്ളൊരു ക്ലച്ച് കവറാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്ലച്ച് കവർ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിച്ചിരി ഒരു എന്താ പറയുക, നമുക്കൊരു ഫണ്ണി എലമെൻ്റ് ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ലുക്ക് വൈസ് വളരെയേറെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കോമൺലി മറ്റുള്ളവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള രീതിയിലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്ലച്ച് കവർ കാര്യങ്ങൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ആഫ്റ്റർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയേറെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കാര്യങ്ങളും മിക്ക വണ്ടികൾക്ക് അത് കിട്ടിയെന്ന് വരില്ല. സോ ഇത് കമ്പനി തന്നെ വച്ച് വരുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്ലച്ച് കവർ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ക്ലച്ച് കവർ കാര്യങ്ങളുണ്ട്. സോ ലുക്ക് വൈസ് ഇച്ചിരി അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ക്ലച്ച് കവർ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. സോ അത് കുറച്ചേറെ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡൽ മെയിനായിട്ടും വന്നിട്ടുള്ളൊരു അപ്ഡേഷൻ കാര്യങ്ങൾ. ബാക്കിയാണ് നമ്മൾ നോർമലി കണ്ടുപോലെ തന്നെ റൈഡ് മോഡ്സ് കാര്യങ്ങളുണ്ട്, സ്പോർട്ട് ആൻഡ് ട്രാക്ക്, അതുപോലെ അർബൻ ആൻഡ് റെയിൻ മോഡ് കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു മോഡലിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 174 ആണ് ഈ ഒരു മോഡലിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ വരുന്നത്. ടാങ്ക് കപ്പാസിറ്റി വരുന്ന 11 ലിറ്റേഴ്സ് കാര്യങ്ങളാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ വരുന്ന 180 mm. അതുപോലെ തന്നെ ഈ ടയറിൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 110 അതുപോലെ റയർ പോർഷനിൽ 150 ആണ് നമുക്ക് ടയർ സൈസ് കാര്യങ്ങൾ വരുന്നത്. സ്റ്റോക്കായിട്ട് നൽകിയിട്ടുള്ളത് മിഷലിൻ്റെ റോഡ് 5 ആണ് നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു ടയർ കാര്യങ്ങളൊക്കെയാണ് ഈ മോഡൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത് 300 mm പെട്രോൾ ഡിസ്ക്. റയർ പോർഷനിൽ നമുക്ക് 240 mm പെട്രോൾ ഡിസ്ക് കാര്യങ്ങളൊക്കെയാണ് നൽകിയത്. അപ്പോൾ ABS കാര്യങ്ങളുടെ പെർഫോമൻസ് 3 റൈഡ് മോഡുകളിലും അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളാണ്. റെയിൻ മോഡലാണ് മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് കാര്യങ്ങൾ ഈ ഒരു മോഡൽ കിട്ടുന്നത്.
സോ ഇത്രയൊക്കെ തന്നെയാണ് TVS Apache RR310 അപ്ഡേറ്റ് കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ. ബൈ ബൈ.